നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. മോചനം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. യുവത്വത്തിൻ്റെ ചാബല്യത്തിൽ സംഭവിച്ച ഒരു അക്ഷന്തിമമായ തെറ്റുകൊണ്ട് ജീവിതം താറുമാറായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ താഴ്ചകളും മനക്കരുത്തും സ്ഥിരോത്സാഹവും കൊണ്ട് അതിൽ നിന്ന് അവൾക്കുണ്ടായ ഉയർച്ചയും ആണ് ഈ കഥയിൽ ഉടനീളം കാണുന്നത്. കഥയിലേക്ക് പോകാം. നാട്ടിലെ പ്രമാണിയും ജന്മിയും വക്കീലുമായ രാമുണ്ണി ആയിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാ വികസനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത്. ആ നാട്ടിലെ പ്രാദേശിക മതസംഘടനയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ദീർഘവീക്ഷണമുണ്ടായിരുന്ന കുറച്ചുപേർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അണിനിരന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്നിരുന്ന ആ ഗ്രാമത്തിൽ നഴ്സറി ക്ലാസ് മുതൽ ഹൈസ്കൂൾ, +2, പോസ്റ്റ് ഗ്രാജുവേഷൻ കോളേജ്, ട്രെയിനിങ് കോളേജ്, പോളിടെക്നിക്, ITI, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് എന്ന് വേണ്ട ഒരു പിടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ ഗ്രാമം വിദ്യാഭ്യാസപരമായി വളരെ വേഗം മുന്നേറാൻ തുടങ്ങി. കൃഷിയും മത്സ്യബന്ധനവും തെങ്ങുചെത്തും കയറുപിരിക്കലും ഒക്കെ തൊഴിലാക്കിയിരുന്ന അവിടുത്തെ നാട്ടുകാരും അതോടെ ബോധവാന്മാരായി. അവരുടെ അടുത്ത തലമുറക്കാരെ വിദ്യാഭ്യാസപരമായി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അവരുടെ കുഞ്ഞുങ്ങൾക്കും പുതുതലമുറക്കാർക്കും പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ തന്നെ ഉള്ളതൊരു മഹാഭാഗ്യമായി മാറി. അതുവഴി സാമ്പത്തികമായും സാമൂഹ്യപരമായും ആ ഗ്രാമത്തിലുള്ളവർ പുരോഗമിച്ചു. അവരുടെ സ്ഥാപനങ്ങളിൽ യോഗ്യതയുള്ള ആ ദേശത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയും ലഭിച്ചു. താഴേക്കിടയിലെ ജോലികൾ തൊട്ട് ഏറ്റവും ഉന്നതങ്ങളിൽ ഉള്ള ജോലി വരെ ആ നാട്ടുകാർ തന്നെ എത്തിപ്പിടിക്കുന്നു. അതും അഭിമാനാർഹമായ ഒരു സംഗതിയാണ്. എന്തിന്, കാലങ്ങൾ പോകവേ ആ നാട്ടുകാർക്കിടയിൽ നിന്ന് പോലും യോഗ്യതയും കഴിവും ഉള്ളവർ തമ്മിൽ ജോലിക്കായി മത്സരം തുടങ്ങി. അത്രയ്ക്ക് ശ്രദ്ധേയമായി ആ ഗ്രാമവാസികൾ ബൗദ്ധികപരമായും സാമ്പത്തികപരമായും സ്വയം പര്യാപ്തത നേടി. അപ്പോഴാണ് അവിടെയുള്ള ഒരു ഹതഭാഗ്യയുടെ ജീവിതം നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. യൗവനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവൾക്കുണ്ടായ അവിവേകം അവളുടെ ജീവിതം തച്ചുടച്ചു. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഗൗരി ബാരിസ്റ്റർ രാമുണ്ണിയുടെ മകളായിരുന്നു. ഒരു വലിയ കൂട്ടുകുടുംബത്തിലായിരുന്നു അവളുടെ ജനനം. അച്ഛൻ ജോലി സംബന്ധിച്ചും പൊതുപ്രവർത്തനമായും എപ്പോഴും വീട്ടിലുണ്ടാകാറില്ല. ധാരാളിത്തത്തിൻ്റെ നിറവിൽ ഗൗരിക്ക് ആകെയുള്ള ഒരു സഹോദരൻ കണ്ണൻ അമ്മ പറയുന്നതൊന്നും അനുസരിക്കാതെ ഉഴപ്പി നടന്നു. അച്ഛൻ വീട്ടിൽ സ്ഥിരമില്ലാത്തതാണ് എല്ലാത്തിനും കാരണമെന്നെപ്പോഴും അമ്മ പരിതപിക്കാറുണ്ട്. വക്കീലിൻ്റെ സ്വന്തം മാതാപിതാക്കളും അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും കുടുംബവും എല്ലാവരും ഒന്നിച്ചാണ് ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത്. സ്വത്തുക്കൾ പോലും ഇതുവരെ ഭാഗം വെച്ചിട്ടില്ല. അത്രയ്ക്കൊരുമയോട് ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. മൂത്ത ജ്യേഷ്ഠനായ രാമുണ്ണി ഒഴിച്ച് ബാക്കി ആരും അധികം പഠിച്ചിട്ടുമില്ല. കൃഷിയും ബാക്കി ജോലികളുമായി വീട്ടിൽ എല്ലാവരും തിരക്കിലാണ്. അടുക്കളയിൽ ജോലികൾ ചെയ്ത് വീട്ടിൽ മാത്രം ഇരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഗൗരിയുടെ പഠനമല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം ബാരിസ്റ്റർ രാമുണ്ണി ജോലി സംബന്ധമായി പോയിരുന്ന സ്ഥലത്ത് കുഴഞ്ഞു വീണത്. നാട്ടിൽ നിന്ന് വേണ്ടപ്പെട്ടവർ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. വളരെ നന്നായി പഠിച്ച് ഗൗരി പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല നിലയിൽ പാസ്സായി. എന്നാൽ അവൾ തങ്ങൾക്ക് എന്ന് മാത്രമല്ല ഒരാൾക്കും യോജിക്കാത്ത തരത്തിലുള്ളൊരു സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ടു. അതും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ പിതാവും വിജാതീയനുമായ ഒരാളുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചത്. അത് പതിയെ പതിയെ നാട്ടിൽ പാട്ടായി. വീട്ടിലും കുടുംബത്തിലും അറിഞ്ഞു. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവൾ പിന്തിരിഞ്ഞില്ല. ഉയർന്ന മാർക്കും ഡിഗ്രിയും ഒക്കെ ഉണ്ടായിട്ടും അവൾക്ക് നാട്ടിലെ കോളേജിൽ മാനേജ്മെൻറ്റ് ജോലി കൊടുത്തില്ല. ജോലിക്ക് കടുത്ത മത്സരമുള്ള കാലത്ത് ഒരാളെ തഴയാൻ 100 കാരണങ്ങൾ തേടുമ്പോൾ ഗൗരിയെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഗൗരിയേക്കാൾ മാർക്കും മിടുക്കും കുറവുള്ള പലരും ആ കോളേജിൽ അധ്യാപകരായി വന്നു. കൂടെ പഠിച്ചിരുന്നവർ ഉൾപ്പെടെ പലരും അവിടെ അധ്യാപകരായി വരുന്നതെല്ലാം കണ്ട് കണ്ണീർ പൊഴിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മാത്രമല്ല, വീട്ടുകാരും അവളെ തഴഞ്ഞു. പെറ്റമ്മയ്ക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നെങ്കിലും ഭർത്താവ് കൂടിയില്ലാത്ത അവർ നിസ്സഹായയായിരുന്നു. ആകെയുള്ള മകനും അവരുടെ കൈവരുതിയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് ഗൗരി വീട്ടിൽ നിന്നും തീർത്തും പുറത്തായി. കൂടെ കൂടിയ കാമുകൻ ഒരു കൊച്ചിനെ വയറ്റിലുണ്ടാക്കി കൊടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് മുങ്ങി. കാലങ്ങൾ കഴിഞ്ഞ് പൊങ്ങിയത് അയാളുടെ യഥാർത്ഥ ഭാര്യയുടെയും മക്കളുടെയും അടുത്ത്. തെറ്റും പിഴയും പറഞ്ഞ് അയാൾ അവരുടെ ഭർത്താവ് ഉദ്യോഗം തിരികെ ഏറ്റെടുത്തു.
പിന്നെ ഗർഭിണിയായ ഗൗരിയുടെ കാര്യം പറയണോ? നാട്ടിൻപുറത്തെ ആളുകളുടെ മുന്നിൽ അവൾ നിന്നയും പരിഹാസപാത്രവും ആയി മാറി. ഒടുവിൽ ഒറ്റമുറി വാടകയ്ക്ക് താമസിച്ചിരുന്ന അവളെ വീടിനടുത്തുള്ളൊരു സ്ത്രീ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയി. ഒരാൺകുട്ടി പിറന്നു. പിന്നെയുള്ള ഗൗരിയുടെ ദുരിതം ആർക്കും ചിന്തിക്കാനോ വിവരിക്കാനോ സാധിക്കില്ല. അവളെ ചതിച്ചവനെ പിന്നെ ഗൗരി കണ്ടിട്ടില്ല. ഇതിനിടയിൽ സ്വന്തം അമ്മ മരിച്ചത് അവൾ നടുക്കത്തോടെ അറിഞ്ഞു. കാണാൻ ശ്രമിച്ചെങ്കിലും സഹോദരനും ബന്ധുക്കളും അവളെ സമ്മതിച്ചില്ല. കുട്ടിക്ക് 2 വയസ്സായപ്പോൾ അടുത്തുള്ളൊരു അംഗൻവാടിയിൽ കഞ്ഞി വെച്ചു കൊടുത്തും അടിച്ചുവാരി കൊടുത്തും ഗൗരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഗൗരി ഒരു വലിയ പച്ചക്കറിക്കടയിൽ നിന്ന് രാവിലെ കുറേ പച്ചക്കറികൾ വാങ്ങി റോഡരികിൽ നിന്ന് വിൽപ്പന തുടങ്ങി. അങ്ങനെ ജീവിതം ഒരുവിധം പച്ചപിടിക്കാനും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അവൾക്ക് ജീവിക്കാനും സാധിച്ചു. തുടർന്ന് മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, വെള്ളുള്ളി, ക്യാരറ്റ്, പാവയ്ക്ക തുടങ്ങിയ വിവിധ തരം പച്ചക്കറികൾ അച്ചാറിട്ട് ചെറിയ തോതിൽ വിൽപ്പന തുടങ്ങി. അത് വിപുലപ്പെടുത്തി മത്സ്യമാംസാദികൾ അച്ചാറിടാൻ തുടങ്ങി. ഈന്തപ്പഴം പല കൂട്ടിൽ രുചികരമായ സ്പെഷ്യൽ അച്ചാറുകളാക്കിയത് വലിയ ഹിറ്റായി. ഒടുവിൽ ചെറിയൊരു സ്ഥലം പാട്ടത്തിനെടുത്ത് ഷെഡ് കെട്ടി ബിസിനസ് വിപുലപ്പെടുത്തി. ഇന്ന് ഗൗരി 50 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. മാത്രമല്ല കിട്ടിയ ലാഭത്തിൽ നിന്ന് ഒരു ചെറിയ വീട് സ്വന്തമായി വാങ്ങി. മകനെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ കുട്ടിയെ ചേർക്കാൻ ചെന്നപ്പോൾ പ്രധാനാധ്യാപിക ആപ്ലിക്കേഷൻ ഫോമിൽ പിതാവിൻ്റെ പേര് എഴുതാൻ വിട്ടുപോയി എന്ന് കരുതി ആ കോളം ഗൗരിയെ കാണിച്ചു. യദുവിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവൻ അമ്മ മാത്രം മതി റെക്കോർഡിലും എന്ന് സൗമ്യമായി പറഞ്ഞ് ഫോം തിരിച്ചു കൊടുത്തു. ഇന്ന് ഗൗരീസ് അച്ചാറുകളും കറി പൗഡറുകളും അരിപ്പൊടി, പത്തിരിപ്പൊടി തുടങ്ങി ഉണക്കമീൻ, ഇടിയിറച്ചി എല്ലാം ബ്രാൻഡഡായ ഉൽപ്പന്നങ്ങളായി മാറി. തന്നെപ്പോലെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി ജീവിക്കാൻ പാടുപെടുന്ന സ്ത്രീകളാണ് ഇന്നിവിടുത്തെ ജോലിക്കാരെല്ലാം. മാത്രമല്ല എല്ലാ മാസവും ഗൗരി സ്വന്തം തൊഴിലാളികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ബിസിനസ് തിരക്കിനിടയിലും ഗൗരി പൊതു ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം മാനേജ്മെൻറ്റ് ക്രൈസിസിനും ബാല, കൗമാര, യുവജന കൗൺസിലിങ്ങിനും ആയി ക്ലാസ് എടുക്കാൻ സമയം കണ്ടെത്തുന്നു. കൂടാതെ സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ദൂരെ ഇരുന്നും സാന്ത്വനം തേടി വരുന്നവർക്ക് സൗജന്യമായി ഓൺലൈൻ കൗൺസിലിംഗ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.